നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ രാജ്യത്തിന് കരുത്താകുന്നു. ആഗോള ഭീമന്മാരായ ചൈനയെ കടത്തിവെട്ടി സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണ ഹബ്ബാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. 2 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ വിപണി $6400 കോടി എത്തുമെന്നാണ് ഇലക്ട്രോണിക്സ് രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതിവിപുലമായ സാധ്യതകൾ മുന്നിൽ കണ്ട് ആഗോള രംഗത്തെ മുൻനിര ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് എത്താൻ മത്സരിക്കുകയാണ്. കോവിഡ് രോഗ വ്യാപനത്തിന് ശേഷം അമേരിക്കയ്ക്ക് ചൈനയിൽ നിർമ്മിക്കുന്ന ചിപ്പുകളെക്കുറിച്ച് സുരക്ഷാ ഭീതി കൂടിയതാണ് ഇന്ത്യക്ക് അനുകൂലമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സംരംഭക പദ്ധതികൾ വൻ വിജയമായതോടെ ചിപ്പുകളുടെ ഡിസൈൻ, നിർമ്മാണം, ഗവേഷണം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് വൻതോതിൽ നിക്ഷേപം എത്തുന്നുണ്ട്. നടപ്പു സാമ്പത്തിക വർഷം 3 മുൻനിര കമ്പനികളാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് നിക്ഷേപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ആഗോള കമ്പനിയായ മൈക്രോൺ ടെക്നോളജീസ് സെപ്റ്റംബറിൽ ഗുജറാത്തിലെ സാനന്ദിൽ $275 കോടി നിക്ഷേപത്തിൽ സെമി കണ്ടക്ടർ ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിംഗ് കേന്ദ്രം ആരംഭിച്ചിരുന്നു. ഗുജറാത്ത് പ്ലാന്റ് വൻ വിജയമായതോടെ ആഗോള ചിപ്പ് ബ്രാൻഡുകൾ ഇന്ത്യയിൽ വലിയ നിക്ഷേപ താൽപര്യമാണ് പ്രകടിപ്പിക്കുന്നത്. മെമ്മറി കാർഡ് നിർമ്മാതാക്കളായ മൈക്രോൺ, അപ്ലൈഡ് മെറ്റീരിയൽസ്, വൈദഗ്ധ്യ പരിശീലകരായ ലാം റിസർച്ച്, മൈക്രോചിപ്പ്, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് എന്നീ ബ്രാൻഡുകളാണ് ഇന്ത്യയെ തേടി എത്തിയത്. ലോകത്തിലെ മുൻനിര സെമി കണ്ടക്ടർ കമ്പനിയായ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ അവരുടെ ഏറ്റവും വലിയ ഡിസൈൻ കേന്ദ്രം തുറന്നിരുന്നു. രാജ്യത്ത് ഗവേഷണ, വികസന, എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് $40 കോടി നിക്ഷേപമാണ് AMD ലക്ഷ്യമിടുന്നത്. 3D സ്റ്റാക്കിംഗ്, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ മേഖലകളിൽ ഡിസൈനിങ്, ഡെവലപ്മെന്റ് രംഗത്ത് 3000 എഞ്ചിനീയർമാർക്ക് പുതിയ ക്യാമ്പസിൽ ജോലി ലഭിക്കും. ഇന്ത്യൻ സെമി കണ്ടക്ടർ വിപണി 2026ഓടെ $64 ബില്യൺ വ്യവസായമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2019നേക്കാൾ 3 മടങ്ങ് വളർച്ചയാണിത്. ആഗോള സെമി കണ്ടക്ടർ രംഗത്ത് ആത്മനിർഭരതയിലൂന്നി കരുത്തോടെയുള്ള മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത്.